മാനസികമായ സംഘർഷവും അവഹേളനവും ജീവിതത്തിൽ വിടാതെ പിന്തുടർന്ന ആ രണധീരന്റെ സംഭവ ബഹുലമായ ജീവിതകഥയെ ആസ്പദമാക്കി തോന്നിക്കൽ നവകേരള കലാസമിതി അവതരിപ്പിക്കുന്നു കഥ കർണൻ. സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. ഉള്ളിൽ കൊടുങ്കാറ്റും വീശുമ്പോഴും ചുണ്ടിൽ വെള്ളി നിലാവുമായി ജീവിച്ചവൻ. ഉള്ളിൽ കൊടുങ്കാറ്റും വീശുമ്പോഴും ചുണ്ടിൽ വെള്ളി നിലാവുമായി ജീവിച്ചവൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. സൂര്യന്റെ പുത്രനായിട്ടും വെറുമൊരു സൂതന്റെ പുത്രനായി ജീവിച്ചവൻ. സൂര്യന്റെ പുത്രനായിട്ടും വെറുമൊരു സൂതന്റെ പുത്രനായി ജീവിച്ചവൻ. പാണ്ഡവ ജ്യേഷ്ഠൻ രണഭൂമി വാക്കട്ടം പാണ്ഡവ ശത്രുവായി പോരടിച്ചോ. പാണ്ഡവ ജ്യേഷ്ഠൻ രണഭൂമി വാക്കട്ടം പാണ്ഡവ ശത്രുവായി പോരടിച്ചോ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. അതുകൊണ്ടോ ചിരപുരാതനവും പ്രൗഢ ഗംഭീരവുമായ ഹസ്തിനപുര നഗരമാണ് ആ കാണുന്നത്. ഹസ്തിനപുരത്തിലെ ജനങ്ങൾ മുഴുവൻ ആ വഴിക്കിരുവശവും കൂടി നിൽക്കുന്നു. എന്താ വിശേഷം? ദ്വാരകാനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ന് ഈ ഹസ്തിനപുരിയിൽ എത്തുന്നുണ്ട്. കൗരവരുടെ രാജ്യ തലസ്ഥാനമായ ഹസ്തിനപുര നഗരം ഇന്ന് ഒരു സന്ധി സംഭാഷണത്തിന് വേദിയാകാൻ പോവുകയാണ്. സന്ധി സംഭാഷണം? അതെ, സന്ധി സംഭാഷണം തന്നെ. യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിലുള്ള ഒരു സന്ധി സംഭാഷണം. യുദ്ധമോ? ആരൊക്കെ തമ്മിലാ യുദ്ധം? പറയാം. ധൃതരാഷ്ട്രപുത്രന്മാരായ കൗരവരും പാണ്ഡുപുത്രന്മാരായ പാണ്ഡവരും സഹോദരങ്ങളായിരുന്നുവെങ്കിലും ഇവർ ചെറുപ്പകാലം മുതലേ ശത്രുക്കളെ പോലെയാണ് പെരുമാറിയത്. പ്രായം കൊണ്ട് മൂത്തവനായ യുധിഷ്ഠിരന് അവകാശപ്പെട്ട രാജ്യം അദ്ദേഹത്തിന് നൽകാതിരിക്കാൻ കൗരവർ മാതുലനായ ശകുനിയുടെ സഹായം തേടി. കള്ളച്ചൂതിൽ മിടുക്കനായ ശകുനി പാണ്ഡവരെ ചൂതുകളിയിൽ പരാജയപ്പെടുത്തി അവരെ വനവാസത്തിന് അയച്ചു. 12 കൊല്ലത്തെ വനവാസവും 1 കൊല്ലത്തെ അജ്ഞാതവാസവും ഒക്കെ കഴിഞ്ഞ് പാണ്ഡവർ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കാം. തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം കൗരവരോട് ചോദിച്ചു വാങ്ങാൻ തന്നെ പാണ്ഡവർ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ എന്തു വന്നാലും രാജ്യം പാണ്ഡവർക്ക് വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് ദുര്യോധനൻ. ഈ പ്രശ്നം ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു. ഇത് ഒഴിവാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ സന്ധി സംഭാഷണത്തിനായി ഹസ്തിനപുരിയിലേക്ക് വരികയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. 7 വെള്ള കുതിരകളെ പൂട്ടിയ സുവർണ രഥത്തിൽ ഭഗവാൻ ഹസ്തിനപുരിയിലേക്ക് വരുന്നു. നഗരവാസികളൊക്കെ ഭക്തിപൂർവ്വം ഭഗവാനെ വരവേൽക്കുന്നു. കുങ്കുമവും പുഷ്പവും ഒക്കെ ആ രഥത്തിനുമേൽ വർഷിക്കുന്നു. ആ രഥം പ്രൗഢ ഗംഭീരമായ ഹസ്തിനപുരത്തിന്റെ പ്രവേശന കവാടത്തിന് മുമ്പിലെത്തി നിന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ രഥത്തിന് പുറത്തിറങ്ങി. അസംഖ്യം യോദ്ധാക്കളുടെ അകമ്പടിയോടെ ഭഗവാൻ ആ സഭാഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത്യന്തം മഹത്വപൂർണമായ രാജസഭ. ശ്രീകൃഷ്ണൻ മെല്ലെ സിംഹാസനത്തിലിരുന്നു. എല്ലാവരും ഭഗവാനെ തന്നെ നോക്കി നിൽക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. കുരുവംശ ശ്രേഷ്ഠരെ, കുരുയോദ്ധാക്കളെ, യാദവ നായകനായോ പാണ്ഡവരുടെ ബന്ധുവായോ അല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്. ചിരപുരാതനമായ ഈ സിംഹാസനത്തിന് മുന്നിൽ നിന്നും ന്യായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നാം എത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ശ്രീകൃഷ്ണനിലാണ്. പക്ഷെ ദുര്യോധനൻ മാത്രം കോപത്തോടെ മുഖം തിരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തുടർന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസാക്ഷിയെ സാക്ഷി നിർത്തി പറയണം. നിങ്ങൾ ഇന്നോളം പാണ്ഡവരോട് ന്യായം പ്രവർത്തിച്ചിട്ടുണ്ടോ? എങ്കിലും നിങ്ങളെയും പാണ്ഡവരെയും നാം ഒന്നായി തന്നെ കാണുന്നു. അതുകൊണ്ട് ഭൂതകാലത്തിന്റെ കയ്പ് നിറഞ്ഞ എല്ലാ പ്രവൃത്തികളും മറന്നുകൊണ്ട് നാം പറയുന്നു, ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ,
പാണ്ഡവർക്ക് അവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കൊടുത്ത് ഭാവിയിലെ മഹായുദ്ധം ഒഴിവാക്കണം. പരിപൂർണമായ നിശബ്ദത. ആരും ഒന്നും മിണ്ടുന്നില്ല. പറയൂ, ആരെങ്കിലും പറയൂ, എന്താണ് നിങ്ങളുടെ അന്തിമ തീരുമാനം? കുരുവംശത്തിന്റെ അന്തിമ തീരുമാനം നാം നിങ്ങൾക്ക് സ്പഷ്ടമാക്കി തരാം. ആ സഭയെ വിറപ്പിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു സ്വരം. എല്ലാവരും നോക്കി. ദുര്യോധനൻ, ഹേ ശ്രീകൃഷ്ണ, പാണ്ഡവർക്ക് പോകുന്ന രാജ്യം വിട്ടു കൊടുക്കില്ല. ഇതാണ് നമ്മുടെ തീരുമാനം. ദുര്യോധന, പകുതി രാജ്യം വിട്ടുകൊടുത്തില്ലെങ്കിൽ വേണ്ട. ഖാണ്ഡവ വനത്തിൽ അവർ നിർമ്മിച്ച് സമൃദ്ധമാക്കിയ ആ ഇന്ദ്രപ്രസ്ഥമെങ്കിലും അവർക്ക് വിട്ടുകൊടുത്തുകൂടെ? ഇല്ല, ചൂടുകളിൽ അവർ പണയപ്പെടുത്തിയ ആ രാജ്യം അവർക്കൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ദുര്യോധന, അങ്ങനെയാണെങ്കിൽ വിശാലമായ ഈ ഹസ്തിനപുരിയിലെ 5 ഗ്രാമങ്ങളെങ്കിലും ആ സഹോദരങ്ങൾക്ക് നൽകാൻ താങ്കൾ തയ്യാറാണോ? ഇല്ല. രാജ്യവും പുറംഗ്രാമം ദേശങ്ങളിലായെങ്കിൽ വസിപ്പാലഞ്ചു ഗൃഹം ചമച്ചു കൊടുക്ക നീ. രാജ്യവും പുറംഗ്രാമം ദേശങ്ങളിലായെങ്കിൽ വസിപ്പാലഞ്ചു ഗൃഹം ചമച്ചു കൊടുക്ക നീ. ആദിനും മടിയെങ്കിൽ അയ്യവർക്കും കൂടിയൊരു സദനം നാട്ടിലൊരു ഭാഗത്തു കൊടുക്ക നീ. ആദിനും മടിയെങ്കിൽ അയ്യവർക്കും കൂടിയൊരു സദനം നാട്ടിലൊരു ഭാഗത്തു കൊടുക്ക നീ. രാജ്യവും പുറംഗ്രാമം ദേശങ്ങളിലായെങ്കിൽ വസിപ്പാനഞ്ചു ഗൃഹം ചമച്ചു കൊടുക്ക നീ. ദുര്യോധന, രാജ്യവും ഗ്രാമവും ദേശവും ഒക്കെ നിനക്ക് വിട്ടുകൊടുക്കാൻ മടിയാണെങ്കിൽ 5 പേർക്കും കൂടി 5 വീട് നൽകുക. അതുമല്ലെങ്കിൽ 5 പേർക്കും കൂടി 1 വീട്. ഇല്ല, സൂചി കുത്തുവാനുള്ള സ്ഥലം പോലും പാണ്ഡവർക്ക് വിട്ടുകൊടുക്കില്ല. ഭഗവാൻ എന്ന് പറയപ്പെടുന്ന ചതിയനും പൊങ്ങച്ചക്കാരനുമായ ശ്രീകൃഷ്ണ, എന്റെ സേവകർ നിങ്ങളുടെ അമംഗളകരമായ ഈ കാലുകൾ സ്പർശിക്കുന്നത് പോലും നാം ഇഷ്ടപ്പെടുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഈ ഹസ്തിനപുരിയിലെ ഒരു മൺതരി പോലും ആ പാണ്ഡവരുടെ അടുത്തെത്താതിരിക്കാൻ നിങ്ങളുടെ വൃത്തികെട്ട ഈ കാലുകൾ നാം ഉറപ്പിച്ചേ. ഹസ്തിനപുരത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകും. ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റു. ദുര്യോധന, യുദ്ധം കൊണ്ട് ആരുടെയും പ്രശ്നങ്ങൾ ഇന്നോളം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം യുദ്ധമല്ല, സമാധാനമാണ്. നീ ചിന്തിക്കാതെ എടുക്കുന്ന ഈ തീരുമാനത്തെ ഓർത്ത് നിനക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. സഭാഗൃഹത്തിലേക്ക് കടന്നു വന്ന അതേ ശാന്തതയോടെ ശ്രീകൃഷ്ണ ഭഗവാൻ പുറത്തേക്ക് നടന്നു. മുഖ്യ കവാടത്തിന്റെ പടി കടന്ന് ഭഗവാൻ ഒരു നിമിഷം നിന്നു. മെല്ലെ തിരിഞ്ഞ് ആ സഭാഗൃഹത്തിലേക്ക് നോക്കി. തന്റെ മനോഹരമായ വലതുകരമുയർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ അതാ ഒരാളെ അടുത്തേക്ക് വിളിച്ചു. അസാമാന്യ തേജമായ ഒരു ചെറുപ്പക്കാരൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. കാതിൽ വെട്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ, ദേഹമാസകലം സ്വർണ്ണവർണ്ണം, നീണ്ടുകിടക്കുന്ന സുവർണ തലമുടി. അതെ, കർണൻ. കുന്തലും തിന്നുന്ന കർണൻ പുരുഷേന്ദ്രൻ സുന്ദരാംഗൻ. കർണങ്ങൾ രണ്ടിലും കുന്തലും തിന്നുന്ന കർണൻ പുരുഷേന്ദ്രൻ സുന്ദരാംഗൻ. സ്നേഹവും ത്യാഗവും ആദർശ ശുദ്ധിയും കായിക ശേഷിയുമാർന്ന ധീരൻ. സ്നേഹവും ത്യാഗവും ആദർശ ശുദ്ധിയും കായിക ശേഷിയുമാർന്ന ധീരൻ. കർണങ്ങൾ രണ്ടിലും കുന്തലം മിന്നുന്ന കർണൻ പുരുഷേന്ദ്രൻ സുന്ദരാംഗൻ. സുന്ദരാംഗൻ. കർണൻ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് കുമ്പിട്ട് നിന്നു. കർണ, നമുക്ക് താങ്കളോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ ഭഗവാനെ, എന്താണെങ്കിലും പറയൂ. വരൂ കർണ, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ കർണന്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു. പുറത്തെത്തിയ അവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ രഥത്തിൽ കയറി അതാ യാത്രയാവുകയാണ്. ഹസ്തിനപുരത്തിലെ നഗരവീഥികളെ ഒക്കെ പിന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ രഥം വിതുരരുടെ പർണാശ്രമത്തിന്റെ സമീപത്തുള്ള പന്തലിച്ച ആൽമരത്തിന്റെ ചുവട്ടിലെത്തി നിന്നു. ശ്രീകൃഷ്ണ ഭഗവാനും കർണനും രഥത്തിന് പുറത്തിറങ്ങി. അവരിതാ ആൽമര ചുവട്ടിൽ ഇരിക്കുകയാണ്. ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. കർണ,
കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം ആസന്നമായിരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് താങ്കളോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട്. താങ്കൾക്ക് വളരെ വലിയ ആഘാതമേൽപ്പിക്കുന്ന ഒരു സത്യം. ഭഗവാനെ, എന്താണെങ്കിലും അങ്ങ് പറയൂ. ഈ ഭൂമി തന്നെ തലകീഴായി മറിഞ്ഞാലും ഈ കർണന് ഒരാഘാതവും ഉണ്ടാവില്ല. അങ്ങ് പറയൂ. കർണ, താങ്കളുടെ മാതാപിതാക്കൾ ആരാണെന്ന് താങ്കൾക്കറിയാമോ? എന്തൊരു ചോദ്യമാണ് ഭഗവാനെ ഇത്. രാധമ്മയുടെയും അതിരഥ താതന്റെയും പുത്രനാണ് ഞാൻ. അല്ല കർണ, താങ്കൾ ശരിക്കും രാധയുടെയും അതിരഥന്റെയും മകനല്ല. ഭഗവാനെ, പറയുന്നത് സുതകുലത്തിൽ പിറന്നോനല്ല, ആതിരതിയല്ല, സുതകുലത്തിൽ പിറന്നോനല്ല. പണ്ടര കീർത്തിയം നിഞ്ചനയത്രിയ പണ്ടവ മാധവാം കുന്തിദേവി. പണ്ടര കീർത്തിയം നിഞ്ചനയത്രിയ പണ്ടവ മാധവാം ദേവി. ആതിരതിയല്ല, സുതകുലത്തിൽ പിറന്നോനല്ല. വിശ്വസിക്കില്ല. ഇത് നുണയാണ്, ഇത് നുണയാണ്. അല്ല കർണ, നാം ഈ പറയുന്നത് സത്യമാണ്. രാജമാതാവായ കുന്തിയുടെ പുത്രനാണ്. കർമ്മസാക്ഷിയായ സൂര്യഭഗവാനാണ് നിന്റെ പിതാവ്. ഇല്ല, ഇത് അസത്യമാണ്, അസത്യമാണ്. പക്ഷേ സത്യസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ അസത്യം പറയുക, അതും അസംഭവം. ഭഗവാനെ, അങ്ങ് എന്നോട് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ സത്യം മുഴുവൻ, ആ കഥകൾ മുഴുവൻ എന്നോട് തെളിച്ചു പറയണം. രാധമ്മ എന്റെ അമ്മയല്ലെന്നോ? രാധമ്മ എൻ തായയല്ലെന്നോ? ഞാൻ സുതകുലജാതനല്ലെന്നോ? രാധമ്മ എൻ തായയല്ലെന്നോ? ഞാൻ സുതകുലജാതനല്ലെന്നോ? കാരുണ്യവാരിതേ സർവവും ഓതുക സത്യമിതെങ്കിൽ വേഗം. ഓതുക കാരുണ്യവാരിതേ സർവവും ഓതുക സത്യമിതെങ്കിൽ വേഗം. മുഴുവൻ, ആ സത്യം മുഴുവൻ എന്നോട് തുറന്നു പറയും. രാധമ്മയൻ തായയല്ലെന്നോ? ഇതുവരെയുള്ള ജീവിത കഥ നാം എന്നോട് പറയാം. കൊട്ടാരം കണ്ടോ? ഇതാണ് കുന്തി ഭോജൻ എന്ന രാജാവിന്റെ കൊട്ടാരം. കുന്തി ഭോജ രാജാവിന്റെ കൊട്ടാരം, ഭോജപുരിയിലെ കുന്തി ഭോജ രാജാവിന്റെ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ഇന്ന് 2 അതിഥികൾ എത്തിയിരിക്കുകയാണ്. മധുരയിലെ രാജാവായ ശൂരസേനനും അദ്ദേഹത്തിന്റെ മകൾ പ്രഥയും. അവർ കുറച്ചു ദിവസം ആ കൊട്ടാരത്തിൽ താമസിച്ചു. അവരിതാ തിരികെ പോകാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്ന് ശൂരസേനൻ തന്റെ മകളെ അടുത്ത് വിളിച്ചു. മോളെ, അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കുമോ? എന്താണ് അച്ഛാ? ആ കൊച്ചുകുട്ടി തന്റെ അച്ഛന്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് വന്നു. മോളെ, മോൾ ഇന്നു മുതൽ ഈ കൊട്ടാരത്തിൽ താമസിക്കണം. ഇന്നു മുതൽ ഇവിടുത്തെ രാജാവും രാജ്ഞിയുമാണ് മോളുടെ അച്ഛനും അമ്മയും. പാവം, ആ കൊച്ചു പെൺകുട്ടിക്ക് കാര്യമൊന്നും വ്യക്തമായില്ല. എങ്കിലും ഒന്നവൾക്ക് ബോധ്യമായി. എന്താ? തന്നെ അച്ഛൻ ഈ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്ന തന്റെ പ്രിയപുത്രിയെ ചേർത്ത് പിടിച്ച് ശൂരസേനൻ പറഞ്ഞു, മോളെ, 12 കൊല്ലം മുമ്പ് നായാട്ടിന് പോയപ്പോൾ അച്ഛൻ ഇവിടുത്തെ കുന്തി ഭോജ രാജാവിന് ഒരു വാക്ക് കൊടുത്തു പോയി മോളെ. 12 ആണ്ടുകൾ മുൻപേ ഞങ്ങൾ നായാട്ടാടാൻ പോയി. 12 ആണ്ടുകൾ മുൻപേ ഞങ്ങൾ നായാട്ടാടാൻ പോയി. നിഷദാചലമതിനരികിൽ കാട്ടി ക്ഷീണം തീർക്കാൻ കൂടി. നിഷദാചലമതിനരികിൽ
തീർക്കാൻ കൂടി ദക്ഷിണപർവ്വതത്തിന്റെ താഴ്വരയിലൊക്കെ ഏറെ അലഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു മൃഗത്തെ പോലും കിട്ടിയില്ല. ഞങ്ങൾ അവിടെ വിശ്രമിക്കാനിരുന്നു. അപ്പോൾ കുന്തിഭോജന്റെ വാടിയ മുഖം അച്ഛൻ കണ്ടു. കുന്തിഭോജൻ തന്നുടെ വാടിയ വദനം കണ്ടു പറഞ്ഞേ. കുന്തിഭോജൻ തന്നുടെ വാടിയ വദനം കണ്ടു പറഞ്ഞേ. ചൊല്ലുക രാജൻ ചൊല്ലുക ദുഃഖമതെന്തായാലും തീർക്കാം. ചൊല്ലുക രാജൻ ചൊല്ലുക ദുഃഖമതെന്തായാലും തീർക്കാം. എന്തായാലും തീർക്കാം. മോളെ, കുട്ടികളില്ലാത്തതാണ് തന്റെ ദുഃഖമെന്ന് കുന്തിഭോജൻ പറഞ്ഞപ്പോൾ നമുക്ക് പിറക്കുന്ന ആദ്യ സന്താനത്തെ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് ഈ അച്ഛൻ അന്ന് വാക്ക് കൊടുത്തു പോയി മോളെ. അതെ, അന്ന് കുന്തിഭോജന് കൊടുത്ത വാക്ക് പാലിക്കാൻ ശ്രമിക്കുകയാണ് ശൂരസേനൻ. തന്റെ സാന്ത്വനമേറ്റിട്ടും കണ്ണീരൊഴുക്കി നിൽക്കുന്ന തന്റെ പ്രിയപുത്രിയെ ഭോജപുരിയിൽ വിട്ടിട്ട് ശൂരസേനൻ മധുരയിലേക്ക് പോയി കളഞ്ഞു. അങ്ങനെ ശൂരസേനന്റെ പുത്രിയായ പൃഥ കുന്തിഭോജന്റെ വളർത്തുമകളാണ്. കുന്തിഭോജനും ഭോജപുരിയിലെ മറ്റുള്ളവരും ഒക്കെ സന്തോഷത്തോടെ അവളെ കുന്തി എന്ന് വിളിച്ചു. കുന്തി. ഭോജപുരിയുടെ സമ്പൽ സമൃദ്ധിയിൽ ആ കൊച്ചു പെൺകുട്ടി സന്തോഷത്തോടെ വളർന്നു. ഇന്നവൾ മധുരയിലെ പൃഥയല്ല, പിന്നെ ഭോജപുരത്തിന്റെ കുന്തിയാണ്. കണ്ടോ? മധുരാപുരിയിലെ ഹൃദയന്നിവൾ ഭോജപുരത്തിൻ കുന്തി. മധുരാപുരിയിലെ ഹൃദയന്നിവൾ ഭോജപുരത്തിൻ കുന്തി. മധുരം നുണയും കുഞ്ഞല്ലിവൾ മധുരം നുണയും കുഞ്ഞല്ലിവൾ പൂവോട്ടിട്ടൊരുവലി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദുർവാസാവ് മഹർഷി ഭോജപുരിയിലെത്തി. ദുർവാസാവ് മഹർഷി അനസൂയയുടെയും അത്രി മഹർഷിയുടെയും പുത്രനായ ദുർവാസാവ് ഈ ആര്യാവർത്തത്തിലെ മുഴുവൻ ഋഷിമാരുടെ കോപവും തന്റെ കമണ്ഡലത്തിൽ അടക്കാൻ കൽപ്പുള്ള ഒരു മഹാ ഋഷി. പറയാം, ഒരു വലിയ യജ്ഞം നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഭോജപുരിയിൽ വന്നിരിക്കുന്നത്. അതെ, യജ്ഞം. ക്ഷിപ്രകോപിയായ ദുർവാസാവിന് അപ്രിയമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ കുന്തിഭോജൻ കഴിയുന്നത്ര ശ്രദ്ധിച്ചു. യജ്ഞത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഒപ്പം മഹർഷിയെ പരിചരിക്കാൻ തന്റെ മകൾ കുന്തിയെയും ചുമതലപ്പെടുത്തി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ ഒന്നൊന്നായി കടന്നുപോയി. യജ്ഞമൊക്കെ പൂർത്തിയാക്കി ദുർവാസാവ് അതാ പോകാനൊരുങ്ങാണ്. അദ്ദേഹം കുന്തി അടുത്ത് വിളിച്ചു. കുന്തി, കഴിഞ്ഞ കുറെ കാലമായി നീ നമുക്ക് ചെയ്തു തന്ന സേവനത്തിൽ നാം സംപ്രീതനായിരിക്കുന്നു. നിനക്കൊരു വരം നൽകാൻ നാം ആഗ്രഹിക്കുന്നു. ദുർവാസാവ് കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടൊരു മന്ത്രം ജപിച്ചു. കുന്തിയുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കുന്തി, ഇതാണ് ദേവാഹൂതി മന്ത്രം. ഇനി ഈ ആര്യാവർത്തത്തിൽ നിന്നെപ്പോലെ ഒരു സ്ത്രീ ഉണ്ടാവില്ല. പ്രപഞ്ചത്തിലെ ഏതേത് ശക്തികളെ ധ്യാനിച്ച് നീ ഈ മന്ത്രം ജപിക്കുന്നുവോ ആ ശക്തികൾ മനുഷ്യരൂപത്തിൽ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ രൂപത്തിൽ ഒരു കുഞ്ഞിന് നിന്റെ ഉദരത്തിൽ ജന്മം നൽകിയിട്ട് തിരോധാനം ചെയ്യും. കമണ്ഡലവും നീട്ടിപ്പിടിച്ച് ഒരു മതയാനയെ പോലെ ദുർവാസാവ് നടന്നുപോയി. വസന്തകാലത്തെ ഒരു തെളിഞ്ഞ പ്രഭാതം. അശ്വതിയുടെ കുഞ്ഞോളങ്ങളിൽ തഴുകിയെത്തുന്ന ഇളം കാറ്റേറ്റ് പുഷ്പാലങ്കൃതമായ ഉദ്യാനത്തിൽ ഇരിക്കുകയാണ് കുന്തി. കിഴക്കിന്റെ മുഖം ചുവപ്പിച്ചുകൊണ്ട് സൂര്യദേവൻ മന്ദം മന്ദം ഉദിച്ചു വരും. പൂമ്പാറ്റകളൊക്കെ പൂക്കളിൽ തേനുണ്ട് പാറിപ്പടക്കുന്നു. ഉദിച്ചു വരുന്ന സൂര്യബിംബത്തെ കണ്ടതും കുന്തിക്കൊരു സംശയം. അല്ല, ഈ സൂര്യദേവനെ നനച്ച് മഹർഷി തന്ന മന്ത്രം ജപിച്ചാൽ ഈ സൂര്യദേവൻ മനുഷ്യരൂപത്തിൽ എന്റെ മുമ്പിൽ വരുമോ? ഒരിക്കലും വരാൻ പോകുന്നില്ല. എങ്കിലും മഹർഷി തന്ന മന്ത്രമല്ലേ, ഒന്ന് പരീക്ഷിച്ചാലോ? ബാല്യത്തിന്റെ കുസൃതി തരം വിട്ടുമാറിയിട്ടില്ലാത്ത കുന്തി വെറുതെ ഒരു രസത്തിന്
സൂര്യഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ദേവാഹൂതി മന്ത്രം ജപിച്ചു. പെട്ടെന്ന് അവിടെയായ ഒരു ദിവ്യ പ്രകാശം, കിഴക്ക് നിന്ന് തേജോമയനായ ഒരു പുരുഷൻ, കാതിൽ വെട്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ, ദേഹമാസകലം സ്വർണ്ണവർണ്ണം, കഴുത്തോളം നീണ്ടു കിടക്കുന്ന സ്വർണ്ണ തലമുടി ഇളം കാറ്റിൽ പാറിപ്പറക്കുന്നു. ഈ രൂപം കണ്ട് കുന്തി ഭയന്നുപോയി. കുന്തി, നാം സൂര്യദേവനാണ്, മഹർഷി ദുർവാസാവിന്റെ വരസിദ്ധിയാൽ എത്തിയതാണെന്ന്. അയ്യോ അയ്യോ ഭഗവാനെ, അടിയൻ അറിയാതെ വെറുതെ. അങ്ങ് വേഗം മടങ്ങിപ്പോണം, അങ്ങ് ഉടൻ മടങ്ങിപ്പോണം. ഇല്ല കുന്തി, തപോധനായ ദുർവാസാവിന്റെ വരസിദ്ധി മാറ്റാൻ നമുക്കാവില്ല. നിന്റെ ഉദരത്തിൽ നമ്മുടെ ഇതേ രൂപത്തിൽ ഒരു കുഞ്ഞു പിറക്കും. സൂര്യദേവൻ കുന്തിയെ സ്പർശിച്ചതും മോഹനിദ്രയിൽ എന്ന പോലെ കുന്തി സൂര്യദേവന്റെ മാറിലേക്ക് ചാടി. ഉളിവം നീകിയ മന്ത്രശക്തിയാൽ അങ്ങനെ കുന്തിയുറമയായി. ഉളിവം നീകിയ മന്ത്രശക്തിയാൽ അങ്ങനെ കുന്തിയുറമയായി. അരമന രഹസ്യമതാരും അറിഞ്ഞില്ല, നിറവയറായവർ മാറി. അരമന രഹസ്യമതാരും അറിഞ്ഞില്ല, നിറവയറായവർ മാറി. മുനിവം നേകിയ മന്ത്രശക്തിയാൽ അങ്ങനെ കുന്തിയൊരമ്മയായി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒന്നൊന്നായി കടന്നുപോയി. ഒരു രാത്രി ആകാശം പതിവില്ലാതെ കറുത്തിരുണ്ടു. കോരി ചെയ്യുന്ന മഴ, കൊടുങ്കാറ്റ് ഭോജപുരിയുടെ കൊട്ടാരച്ചുവരിൽ ആറിനാറിലടിക്കുന്നു. ആ കൊട്ടാരത്തിന്റെ അന്തപ്പുറത്തിൽ തന്റെ അറയിൽ തന്റെ കട്ടിലിൽ അതാ പ്രസവ വേദനയോടെ കിടന്ന് പിടയുന്നു കുന്തി. കുന്തിയെ പരിചരിച്ചുകൊണ്ട് ഒരു കൊട്ടാരം കാറ്റിൽ മാത്രം. അതെ, കോരിച്ചൊരിയുന്ന മഴയുള്ള ആ രാത്രിയിൽ കുന്തി ഒരു അമ്മയായി. സൂര്യനിട്ടത്തും ഉദയസൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു ആൺകുഞ്ഞ്, കാതിൽ പ്രകാശം വിടരുന്ന ദിവ്യ കുണ്ടലങ്ങൾ, ദേഹമാസകലം സ്വർണ്ണവർണ്ണം. കണ്ടോ, കുന്തിയുടെ അറയിൽ നിന്ന് തലയിൽ ഒരു വലിയ മരപ്പെട്ടിയും ചുവന്നുകൊണ്ട് ഒരു സ്ത്രീ പുറത്തേക്ക് വരികയാണ്. അതെ, കുന്തിയെ പരിചരിച്ചു കൊണ്ടുനിന്ന കൊട്ടാരം ധാത്രി തന്നെ. പുരുഷന്മാർ പോലും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രിയിൽ കാവൽ നിൽക്കുന്ന പടയാളികളുടെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ആ സ്ത്രീ അത് മുമ്പോട്ട് നടക്കുന്നു. മഴയിൽ കലങ്ങി മടങ്ങി കുഴംകുത്തി ഒഴുകുന്ന അശ്വനദിയുടെ തീരത്തെത്തിയ ആ സ്ത്രീ നിന്നു. അവർ നാലുപാട് ഒന്ന് നോക്കി. എന്നിട്ട് തന്റെ തലയിലിരുന്ന മരപ്പെട്ടി അശ്വനദിയുടെ ഒഴുക്കിലേക്ക് ആ സ്ത്രീയത തള്ളിയിടുന്നു. എന്തായിരുന്നു അശ്വനെപ്പറ്റി? അല്പം മുമ്പ് കുന്തി പ്രസവിച്ച ഓമനത്തും തുളുമ്പുന്ന അതിസുന്ദരനായ ആൺകുഞ്ഞാണ് പൊങ്ങു തടികൾ കൊണ്ടുണ്ടാക്കിയ ആ പെട്ടിക്കുള്ളിൽ. പൊങ്ങുതടി കൊണ്ടു തീർത്തൊരു പെട്ടി പങ്കിട്ടു വേഗമടച്ചു പൂട്ടി. പൊങ്ങുതടി കൊണ്ടു തീർത്തൊരു പെട്ടി പങ്കിട്ടു വേഗമടച്ചു പൂട്ടി. അശ്വനദിയിൽ ഒഴുക്കിനാദ്യമായി അശ്വനദിയിലോ പിന്നയിലോ. അശ്വനദിയിൽ ഒഴുക്കിനാദ്യമായി അശ്വനദിയിലോ പിന്നയിലോ. താൻ നൊന്ന് പ്രസവിച്ച കുഞ്ഞിന് വാത്സല്യത്തോടെ ഒന്ന് മുലയൂട്ടുക പോലും ചെയ്യാതെ ഒരു പെട്ടിയിലടച്ച് കുഞ്ഞ് തോണിയുടെ കണ്ണിൽ കൊടുത്തു. ആ സ്ത്രീ അത് അശ്വനദിയുടെ ഒഴുക്കിലേക്ക് വലിച്ചെടുത്തു. അവിടെ നിന്നും ആ പെട്ടിയിടാൻ ചർമ്മൻ നദിയിലേക്കും യമുനാ നദിയിലേക്കും ഗംഗാ നദിയിലേക്കും മാറി മാറി ഒഴുകി സൂരന്മാരുടെ നാടായ ചമ്പാപുരിയോടടുക്കുന്നു. ചമ്മനദിയും യമുനയും ഗംഗയും ചമ്പാപുരി വരെ മാറി മാറി. ചമ്മനദിയും യമുനയും ഗംഗയും ചമ്പാപുരി വരെ മാറി മാറി. കൊണ്ടുചെന്നൊരു തീരത്തടയ്ക്കുന്നു, അങ്ങനെ സൂര്യനുദിച്ചിരുന്നു. കൊണ്ടുചെന്നൊരു തീരത്തടയ്ക്കുന്നു, അങ്ങനെ സൂര്യനുദിച്ചിരുന്നു. ആ പെട്ടി ചമ്പാപുരിയുടെ തീരത്തെടുത്തു.
വാർത്ത മാലോകരോട് വിളിച്ചു പറയാൻ എന്ന വണ്ണം ആകാശത്ത് സൂര്യദേവനും ഉദിച്ചു കിടന്നു. പ്രിയമുള്ളവരെ, നിരവധി വർഷങ്ങൾ കഴിഞ്ഞുപോയി. വസന്തപൂർണമി ദിനമാണ് ഇന്നാണ് ഹസ്തിനപുരത്തിലെ യുവാക്കളുടെ എല്ലാം മാറ്റിവെക്കുന്ന ദിനം. കണ്ടോ, അവിടെ ആയുധാഭ്യാസം ആരംഭിച്ചു. കാളികളെ ഉത്കണ്ഠയുടെ മുൾമുറയിൽ നിന്നുള്ള ഗതാഭ്യാസത്തിൽ ഭീമൻ ദുശാസനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് വീരനായ അർജുനൻ ആനപ്പുറത്തുനിന്ന് കുതിരപ്പുറത്തേക്കും കുതിരപ്പുറത്തുനിന്ന് വീണ്ടും ആനപ്പുറത്തേക്കും ചാടി ഓടി പരാക്രമങ്ങൾ കാണിക്കും. ഒറ്റ വാൾവീശലിൽ നിരവധി യോദ്ധാക്കളെ അർജുനൻ നിരായുധരാക്കുന്നു. ഒരേ സമയം അസംഖ്യം ലക്ഷ്യങ്ങളിലേക്ക് അർജുനൻ അസ്ത്രമേൽ നിറയ്ക്കുന്നു. ആകാശത്തിലേക്കൊക്കെ എറിയുന്ന പഴങ്ങൾ വായുവിൽ വെച്ച് തന്നെ പല കഷ്ണങ്ങളാക്കി മാറ്റുന്നു. കണ്ണ് മൂടിക്കെട്ടി പിന്നിൽ കേൾക്കുന്ന ശബ്ദലക്ഷ്യത്തിലേക്ക് അർജുനൻ അസ്ത്രമേൽ കൊള്ളിക്കുന്നു. കാണികളൊക്കെ കൈയടി കൊണ്ട് അർജുനനെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ കോലാഹല സമുദ്രത്തെ ഭേദിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. എല്ലാവരും നോക്കി. അവിടെ ആ പ്രവേശന കവാടത്തിൽ സ്വന്തം ഭുജത്തിനടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അസാമാന്യ തേജമായ ഒരു ചെറുപ്പക്കാരൻ, കാതിൽ വെട്ടിത്തിളങ്ങുന്ന കുണ്ഠലങ്ങൾ, വേഗമാസകരം സ്വർണ്ണവർണ്ണം, കഴുത്തോടെ നീണ്ടുകിടക്കുന്ന സുവർണ തലമുടി ഇളം കാറ്റിൽ മെല്ലെ പാറിപ്പറക്കുന്നു. രണ്ടു വരിയായി നിൽക്കുന്ന നഗരവാസികൾക്ക് മധ്യത്തിലൂടെ ഉറച്ച കാൽവെപ്പോടെ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വരുന്നു. ദ്രോണാചാര്യർ ആ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് ചെന്നു. നീ ആര്? ഞാൻ കർണൻ. ഇരു കൈകളും ഉയർത്തി കർണൻ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. പുരുഷാർത്ഥത്തെ ബഹുമാനിക്കുന്ന ന്യായ തൽപരരായ ഹസ്തിനപുരവാസികളെ, ഇവിടെ ഈ അർജുനൻ കാണിച്ച ഇതേ അഭ്യാസങ്ങൾ കുറച്ചുകൂടി മനോഹരമായി കാണിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ മാത്രം. പെട്ടെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് എഴുന്നേറ്റു. ഈ ഹസ്തിനപുരത്തിലെ ഏതൊരു വീരനും ഇന്നിവിടെ പുരുഷാർത്ഥ പ്രകടനമാകാം. കർണൻ അഭ്യാസക്കളയിലേക്ക് ചാടിയിറങ്ങി. അവിടെ കെട്ടിയിരുന്ന 7 വെളുത്ത കുതിരകളെ കർണൻ ഒരേ സമയം ഓടിച്ചു കാണിച്ചു. ഓടുന്ന കുതിരപ്പുറത്തു നിന്ന് ഒറ്റ കർണൻ മനസ്സിൽ ആലപ്പുറത്തെത്തിയ കർണൻ ആ കൊമ്പനാനയെ തോട്ടിയില്ലാതെ നൃത്തം ചെയ്യിച്ചു. ഒരേ സമയം 2 വാളെടുത്ത് അസംഖ്യം യോദ്ധാക്കളെ കർണൻ നിരായുധനാക്കി. യുദ്ധക്കടലിലെത്തിയ കർണൻ ഒരേ സമയം 18 മല്ലന്മാരെ കശക്കിയെറിഞ്ഞു. വിവിധ ലക്ഷ്യങ്ങളിലേക്ക് അർജുനൻ എഴുതിനേക്കാൾ മനോഹരമായി വേഗത്തിൽ കർണൻ അസ്ത്രമേൽ നിറയ്ക്കുന്നു. ആളുകളൊക്കെ കയ്യടി കൊണ്ട് കർണനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒടുവിൽ അവസാന ഇനമായി ശബ്ദം കേട്ട് ലക്ഷ്യം ഭേദിക്കൽ എന്ന് വെച്ചാൽ കണ്ണ് മൂടിക്കെട്ടി പിറകിൽ അകലെ കേൾക്കുന്ന ശബ്ദലക്ഷ്യത്തിലേക്ക് അസ്ത്രമെയ്ത് കൊള്ളിക്കുക. കർണൻ കണ്ണൊക്കെ മൂടിക്കെട്ടി വില്ലിൽ ഒരു സൂചിബാണം തൊടുത്ത് പിറകിൽ ശബ്ദം ശ്രദ്ധിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഒരു പടൽ, ഒരു നായെ കർണന്റെ പിറകിൽ അകലെ കൊണ്ട് കെട്ടി. കർണൻ ചെവിയോർത്ത് നിൽക്കുന്നു. ആ പടൽ നായ ശബ്ദിക്കാൻ വേണ്ടി അതിനെ കുന്തം കൊണ്ട് കുത്തി നോവിച്ചു. കർണന്റെ വില്ലിൽ നിന്നും സൂചിബാണം ചീറിപ്പാഞ്ഞു. ഇല്ല, ബാണം നായുടെ വായിൽ കൊണ്ടില്ല. ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. ദ്രോണാചാര്യ ഒന്നാമനായ വില്ലാലിക്ക് അണിയിക്കുന്നതിനുള്ള നീല താമരമാല അർജുനന്റെ കഴുത്തിൽ അണിയിക്കാൻ പോകുന്നു. ദ്രോണാചാര്യരെ വില്ലുചട്ട പാറയിൽ അടിച്ചപ്പോൾ ഒരു ശബ്ദം. എല്ലാവരും നോക്കി. ഭീഷ്മ പിതാമഹൻ അദ്ദേഹം നിന്ന് വിറയ്ക്കുന്നു. ദ്രോണാചാര്യരെ, ഈ ഭീഷ്മർ പ്രഖ്യാപിക്കുന്നു, ഇന്നത്തെ ഒന്നാക്കിയുടെ വില്ലാളി അർജുനനല്ല, ഇവനാണ് ഈ നിൽക്കുന്ന കർണൻ. അതെങ്ങനെ? ദ്രോണർ ഭീഷ്മന്റെ അടുത്തേക്ക് ചെന്നു. എങ്ങനെയെന്നോ? അർജുനോടുള്ള സ്നേഹം കൊണ്ട് അന്ധനും ഇപ്പോൾ ബധിരനുമായ നിങ്ങൾക്ക് ഞാനത് വിശദീകരിക്കണോ? ദ്രോണാചാര്യർ പിന്നെ ഒന്നും വേണ്ടിയില്ല. എന്തുണ്ടായി പറയാം. ശബ്ദം കേട്ട് ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്നവരായി ഈ ആര്യാവർത്തത്തിൽ 4 പേരേ ഉള്ളൂ. ഒന്ന് ദ്രോണർ, പിന്നെ നാം, പിന്നെ അർജുനൻ, പിന്നെ 4-മൻ ഈ കർണനും.
അല്പം മുമ്പ് കണ്ണനയച്ച സൂചിബാണം യഥാർത്ഥ ലക്ഷ്യത്തിലാണ് കൊണ്ടത്. ലക്ഷ്യം തെറ്റിയല്ലോ. ഇല്ല, ആ നായ കുരയ്ക്കുന്നതിനും അരനിമിഷം മുമ്പ് മറ്റൊരു ചെറിയ ശബ്ദം കേട്ടിരുന്നു. ദേ, ആ നീർമാതള മരത്തിൽ ഒരു കുഞ്ഞാറ്റക്കിളി ഉണ്ടാക്കിയ ചെറിയ ശബ്ദം. ഈ ശബ്ദലക്ഷ്യത്തിലേക്കാണ് കർണൻ സൂചിബാണം അയച്ചത്. ഈ ലക്ഷ്യഭേദനം അർജുനന്റേതിനേക്കാൾ കേമമാണ്. ആരോ ആ നീർമാതള മരത്തിലേക്ക് വലിഞ്ഞു കയറി ചുണ്ടിൽ സൂചിബാണം തറച്ച് പറക്കാൻ പോലും ഭയന്ന് പ്രയാസപ്പെട്ടിരിക്കുന്ന കുഞ്ഞാറ്റക്കിളിയെ കൊണ്ടുവന്ന് പിതാമഹന്റെ കയ്യിൽ കൊടുത്തു. പിതാമഹൻ ആ പക്ഷിയെ ഉയർത്തി കാണിച്ചു. അതിന്റെ ചുണ്ടിൽ നിന്ന് കർണനയിത സൂചിബാണം പറിച്ചെടുത്തു. പക്ഷിയെ സ്വതന്ത്രയാക്കി അത് പറന്നുപോയി. കർണൻ ആ കൽമണ്ഡപത്തിലേക്ക് ചാടിക്കയറി. അല്ലയോ ഗുരുദ്രോണരെ, ഇനിയും എന്റെ വിജയം പൂർത്തിയായില്ല എന്ന് അങ്ങേക്ക് തോന്നുന്നുവെങ്കിൽ ഈ നഗരവാസികളെ സാക്ഷി നിർത്തി, ഹസ്തിനപുരിയിലെ ഓരോരുത്തരെയും സാക്ഷി നിർത്തി ഈ കർണൻ അർജുനനെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. ഒന്നാമനാരെന്ന് ദ്വന്ദ്വയുദ്ധത്തിനോട് നിശ്ചയിക്കട്ടെ. പെട്ടെന്ന് കൃപാചാര്യർ എഴുന്നേറ്റു. കൃപാചാര്യർ ധൃതരാഷ്ട്രനെ വണങ്ങി. മഹാരാജൻ, ഈ നിൽക്കുന്ന കർണന് മാർഗനിർദ്ദേശം നൽകുന്ന ഗുരുവാണ് ഞാൻ. ഈ കർണൻ എന്റെ ഒരു ശിഷ്യനാണ്. എങ്കിലും ഒരു കാര്യം എനിക്കിവിടെ ഇപ്പോ പറയാതിരിക്കാൻ വയ്യ. യുദ്ധനീതിയും ധർമ്മനീതിയും അനുസരിച്ച് ഒരേ കുലത്തിൽ ജനിച്ചവർ തമ്മിൽ മാത്രമേ ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഹസ്തിനപുരവാസികളെല്ലാം കേൾക്കാൻ വേണ്ടി ഈ കർണൻ തന്റെ തേജസ്സുറ്റ കുലത്തിന്റെ പേര് കൂടി ഒന്ന് പറയട്ടെ. അതാ കുന്തമുന ഏറ്റവനെ പോലെ പകച്ചു നിൽക്കുകയാണ് കർണൻ. എന്ത് പറയണം? രാധമ്മയുടെയും അതിരവന്റെയും പുത്രനായ ഒരു സൂതപുത്രനാണ് താനെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ സംസ്കൃത മനസ്കരായ ഈ ഹസ്തിനപുരവാസികൾ തന്നെ അംഗീകരിക്കുമോ? കർണന്റെ മനസ്സിൽ ചിന്തകളുടെ കൊടുങ്കാറ്റ് വീശുന്നു. എന്തു പറയണം? കർണൻ ശിരസ് കുളിച്ചു നിൽക്കുകയാണ്. എന്താ കർണ, നിന്റെ നാവിറങ്ങിപ്പോയോ? കൃപാചാര്യരുടെ പരിഹാസം. നഗരവാസികളെ, ഈ നിൽക്കുന്ന കർണന് എന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. ഇവനുണ്ടല്ലോ, ഇത്രയും തേജോമയനായ ഈ കർണൻ, ഇവൻ വെറുമൊരു തേരാളിയുടെ മകനാണ്. ഇത് കേട്ടതും ഭീമൻ ചാടി എഴുന്നേറ്റു. എന്ത്? ഇവനൊരു തേരാളിയുടെ മകനോ? ഇവനെ ആരിവിടേക്ക് കളിച്ചുവിട്ടു? രാജകുമാരന്മാരുടെ മത്സര കളരിയിൽ ഒരു സൂതപുത്രൻ എന്ത് കാര്യം? ഒരു സൂത പോരാ, പോരാ. രാജഗോഷ്ഠിയിലെന്തു കാര്യം? ആരടാ നീ ഒരു സൂര്യനല്ലേ? നിനക്ക് രാജഗോഷ്ഠിയിലെന്തു കാര്യം? തോൽവാറും ചട്ടയും എന്തിന്റെ കൈകളാൽ തോൽവിലെടുത്തിടാമെന്ന് മൂട. തോൽവാറും ചട്ടയും എന്തിന്റെ കൈകളാൽ തോൽവിലെടുത്തിടാമെന്ന് മൂട. ആരടാ നീ ഒരു സൂര്യനല്ലേ? നിനക്ക് രാജഗോഷ്ഠിയിലെന്തു കാര്യം? പോടാ, പോയി ന്യായത്തിലെ കുതിരകൾക്ക് മാലീസിട്ട് ചാണകം കോരുന്ന സൂതപുത്ര പോ. ഭീമന്റെ ഈ പരിഹാസം കേട്ട് കോപത്തോടെ ചാടി എഴുന്നേൽക്കുന്നു ദുര്യോധനൻ. വീര്യത്തെ ക്രൂരമായി അവഹേളിക്കുന്ന ഭീമസേന, ധർമ്മശാസ്ത്രം എന്തെന്ന് നിനക്കിനിയും ശരിക്കറിയില്ല. ഇത്രമേലേറാമോ ജാത്യന്മാദം ഭീമ ഇത്രയ്ക്ക് അഹങ്കാരം പൂണ്ടിടാമോ? ഇത്രമേലേറാമോ ജാത്യന്മാദം ഭീമ ഇത്രയ്ക്ക് അഹങ്കാരം പൂണ്ടിടാമോ? വ്യക്തിയും ജാതിയും തർക്കത്തിലല്ലാതെ യുദ്ധനുർവേദത്തിലെങ്ങിരിപ്പൂ. വ്യക്തിയും ജാതിയും തർക്കത്തിലല്ലാതെ യുദ്ധനുർവേദത്തിലെങ്ങിരിപ്പൂ. യുദ്ധനുർവേദത്തിലെങ്ങിരിപ്പൂ. ധർമ്മശാസ്ത്രമനുസരിച്ച് ബാഹുക്കളിൽ കരുത്തേറിയവനെയും സ്വന്തമായി രാജ്യമുള്ളവനെയും ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനെയും ക്ഷത്രിയനായി കണക്കാക്കാം. ആ നിലയ്ക്ക്
കരുത്തേറിയ ബാഹുക്കളുള്ള ഈ കർണൻ, ക്ഷാത്ര തേജസ് നിറഞ്ഞു തുളുമ്പുന്ന ഈ കർണൻ, ദേവന്മാരെക്കാൾ സുന്ദരനായ ഈ കർണൻ ക്ഷത്രിയൻ തന്നെ. എന്താ ഭീമ, ആനയെ കാണാനും നിനക്ക് വെള്ളെടുത്ത് ബാധിച്ചോ? ബാഹുജവംശജർ പണ്ടൊരു വീരനും ബാഹുക്കളൂതരച്ചതല്ലി. ബാഹുജവംശജർ പണ്ടൊരു വീരനും ബാഹുക്കളൂതരച്ചതല്ലി. നൂനമി കർണനും അപ്പാഹു ഉണ്ടെന്നാൽ ആനയെ കാണാനും വെള്ളെടുത്തു. നൂനമി കർണനും അപ്പാഹു ഉണ്ടെന്നാൽ ആനയെ കാണാനും വെള്ളെടുത്തു. ആനയെ കാണാനും വെള്ളെടുത്തു. തന്റെ കണ്ണുകൾ ഈ ജനസഹസ്രത്തെ സാക്ഷി നിർത്തി താൻ ക്ഷത്രിയനാണെന്ന് തെളിയിച്ചിട്ടും ധീരനും വീരനും തേജസ്വിയുമായ ഈ കർണനെ ക്ഷത്രിയനായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ യുവരാജാവായ ഈ ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തിലെ രാജാവായി പ്രഖ്യാപിക്കണം. ആരവിടെ ഗംഗാജലവും സിംഹാസനവും കൊണ്ടുവരൂ. അംഗരാജാവായ കർണൻ ജയിക്കട്ടെ. അംഗരാജാവായ കർണൻ ജയിക്കട്ടെ. അംഗരാജാവായ കർണൻ ജയിക്കട്ടെ. രാജാവായ കർണൻ ക്ഷത്രിയനായിരിക്കുന്നു. ഇനി ആരംഭിക്കട്ടെ അർജുനനും കർണനുമായുള്ള ദ്വന്ദ്വയുദ്ധം. പെട്ടെന്ന് ഒരു ഭടൻ അവിടേക്ക് ഓടി വന്നു. മഹാരാജൻ, രാജമാതാവ് കുന്തി ദേവി ബോധമറ്റ് പോലിരിക്കുന്നു. പാണ്ഡവർ രാജാങ്കണകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി. ധൃതരാഷ്ട്ര മഹാരാജാവ് എഴുന്നേറ്റു. ഇന്നത്തെ അഭ്യാസ പ്രകടനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നഗരവാസികൾക്ക് പിരിഞ്ഞു പോകാം. അങ്ങനെ കർണൻ അംഗരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അംഗരാജാവായ കർണൻ ദുര്യോധനന്റെ തേരാളിയായ സത്യസേനന്റെ സഹോദരി വൃഷാലിയെ വിവാഹം ചെയ്തു. വൃഷാലി. അവർക്ക് 2 പുത്രന്മാർ ജനിച്ചു, സുദാമനും ചിത്രസേനും. പിന്നെ കർണനോടൊപ്പം ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെ കർണന്റെ പ്രിയപ്പെട്ട അനുജനുമുണ്ട്, ശോണൻ. കർണന്റെ അനുജൻ എന്ന് പറഞ്ഞാൽ രാധയുടെയും അതിരവന്റെയും പുത്രനായ ശോണൻ, കർണന്റെ പ്രിയപ്പെട്ട അനുജൻ. ഇവരോടൊരുമിച്ച് ആനന്ദകരമായി കർണൻ അംഗരാജ്യത്ത് ജീവിക്കാം. ഒരിക്കൽ ഈ ഹസ്തിനപുര നഗരം തന്നെ അപമാനിച്ച കഥ പോലും കർണൻ ഇപ്പോൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തോ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ ദുര്യോധനൻ കർണനെ ഹസ്തിനപുരിയിലെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കർണൻ അതിവേഗം ഹസ്തിനപുരിയിൽ ദുര്യോധനന്റെ കൊട്ടാരത്തിലെത്തി. ചെന്നപാടെ ദുര്യോധനൻ ഒരു കുറിമാനമെടുത്ത് കർണന്റെ കയ്യിൽ കൊടുത്തു. കർണൻ അത് വാങ്ങി വായിച്ചു നോക്കി. ദ്രുപദ രാജാവിന്റെ ക്ഷണപത്രം, തന്റെ പുത്രിയുടെ ദ്രൗപദിയുടെ സ്വയംവരത്തിന് ദുര്യോധനെയും മറ്റും ക്ഷണിച്ചുകൊണ്ടുള്ള ക്ഷണപത്രം. കർണ, ദുര്യോധനൻ സംസാരിക്കുന്നു. കർണ, ഭരണതന്ത്രത്തിലെ ഒരു പ്രശ്നവും ഈ സ്വയംവരം പോലെ വിഷമമേറിയതല്ല. ഈ സ്വയംവരം കൗരവരുടെ മുഴുവൻ ജീവിതവും ഇളക്കി മറിക്കാൻ പോകുന്നതാണ്. മഹാരാജൻ, അതെങ്ങനെ? കർണ, ഈ ദ്രൗപദി ഒരു സാധാരണ സ്ത്രീയല്ല. ദ്രുപദ രാജാവിന് യജ്ഞത്തിൽ നിന്ന് കിട്ടിയ ഒരാഗ്നി കന്യകയാണവൾ. നിങ്ങളുടെ ശരീരത്തിൽ ജന്മന ഈ സ്വർണവർണ്ണവും കാതിൽ കുണ്ടലവും ഒക്കെ ഉള്ളതുപോലെ അവളുടെ ശരീരത്തിൽ ജന്മന ചെമ്പകപ്പൂവിന്റെ ഗന്ധമാണുള്ളത്. അവളെ കൊട്ടാരത്തിലെത്തിയാൽ നമ്മുടെ രാജ്യം സമൃദ്ധിയുടെ കൊടുമുടിയിലെത്തും. പക്ഷേ കർണ, പക്ഷേ എന്താ മഹാരാജൻ? കർണ, ഈ ദ്രൗപദിയുടെ സ്വയംവരത്തിന് ആ ദ്രുപദൻ ചില പരീക്ഷകൾ വച്ചിട്ടുണ്ട്. അവിടെ മണ്ഡപത്തിന്റെ മച്ചിൽ ഗോളാകൃതിയിൽ ചലിക്കുന്ന യന്ത്രമത്സ്യത്തിന്റെ കണ്ണിൽ ജലത്തിലെ പ്രതിബിംബം നോക്കി സൂചിബാണം അയക്കുന്നവർക്ക് അവളെ വിവാഹം ചെയ്യാൻ കഴിയൂ. മഹാരാജൻ, അതിനെന്തിന് അങ്ങിപ്പോൾ എന്നെ വിളിപ്പിച്ചത്? കർണ, കഠിനമായി ഈ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയുന്നവരായി ഈ ആര്യാവർത്തത്തിൽ 2 പേരേ ഉള്ളൂ. ഒന്ന് അർജുനൻ, പിന്നെ ഒന്ന്